സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം തുടങ്ങി എന്നുള്ളതാണ്. ജൂലൈ 31 വരെയാണ് നിരോധനം. കേരള തീരത്ത് 12 നോട്ടിക്കൽ മൈൽ ദൂരം മീൻപിടുത്തം പാടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നീണ്ടകരയിൽ നിന്ന് സൂര്യഗായത്രി വിവരങ്ങളുമായി ചേരുകയാണ്. സൂര്യ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മൾ പറയുമ്പോഴും മീൻപിടുത്തക്കാരെ സംബന്ധിച്ച്, മത്സ്യബന്ധന തൊഴിലാളികളെ സംബന്ധിച്ച് ഇതത്ര നല്ല കാലമല്ല വരാനിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ജൂലൈ 31 വരെ എന്ന് പറയുമ്പോൾ ഒരു 1.5 മാസത്തോളം അവർക്ക് ഇനി കടലിൽ പോകാനാകില്ല. വെറുതെയുടെ കാലമാണ്. ഇങ്ങനെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് പ്രവിത, ഹാഷ്മി. നീണ്ടകര ഹാർബറിലാണ്. അതിന്റെ ഒരു വശത്ത് ആളനക്കവും ആരവും ഒന്നുമില്ല എന്നുള്ളതാണ്. മറുവശത്ത് കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ഈ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ പിടിച്ച മീനുകൾ അത് വിൽക്കുന്നതിന്റെ, അതിന്റെ കച്ചവടത്തിന്റെ ഒരു തിരക്ക് ഒരു വശത്തുണ്ട്. ഈ കാണുന്നത് ഈ ബോട്ടുകൾക്കാണ് നിരോധനമുള്ളത്. വലിയ ബോട്ടുകളിൽ മീൻ പിടിക്കാൻ പോകുന്നവരെയാണ് ഇത് ബാധിക്കുന്നത്. ആ ബോട്ടുകളൊക്കെ തന്നെ ഈ ഹാർബറിന് സമീപത്ത് കെട്ടിയിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇനി 52 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വലിയ ബോട്ടുകൾ കടലിനുള്ളിലേക്ക് പോവുകയും മീൻ പിടിക്കുകയും ചെയ്യൂ. അതേസമയം ഈ സമീപത്തുള്ള ചെറിയ ബോട്ടുകൾ അതിന് മീൻ പിടിക്കുന്നതിൽ നിരോധനമില്ല എന്നുള്ളതാണ്. പരമ്പരാഗത രീതിയിൽ മീൻ പിടിക്കുന്നവരാണ്. അവർക്ക് ഉപരിതല മത്സ്യബന്ധനം പതിവ് പോലെ നടത്താം. അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ജൂലൈ 31 വരെയാണ് ഈ ട്രോളിംഗ് കാലയളവുള്ളത്. അതുവരെ വറുതിയുടെ കാലമാണെന്നുള്ളത് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പ്രത്യേകിച്ച് കാലവർഷം വന്നതിന് പിന്നാലെ ആർക്കും തന്നെ കടലിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു ആരും കടലിലേക്ക് പോകരുത് എന്നുള്ളത്. ഇപ്പോഴും ഈ ശക്തമായിട്ടുള്ള മഴയും കടലിലെ മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കടലിലേക്ക് പോകരുത് എന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയം മുതൽ തന്നെ മത്സ്യം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ട്രോളിംഗും കൂടി പ്രാബല്യത്തിൽ വരുമ്പോൾ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഈ ട്രോളിംഗ് നിരോധനം വന്നു കഴിഞ്ഞു. ഇന്നത്തോടെ പണി നിർത്തുക. ഇവിടെ തീർന്ന് ഹാർബർ അടച്ചു കഴിഞ്ഞ് ഇനി 52 ദിവസം കഴിഞ്ഞേ ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളു. നല്ല ഒതുക്കുപ്പ കൊണ്ടുപോയി. അതുപോലെ പണിയും മോശമോ, എല്ലാ ബോട്ടുകാർക്കും പണിയെല്ലാം മോശമോ, വലിയ പണിയൊന്നും ഇല്ല. അങ്ങോട്ടെല്ലാം പോകുമ്പോൾ അങ്ങോട്ട് പോകും. കഴിഞ്ഞു വന്നതാണോ? എന്തുവാണ് കഴിഞ്ഞു വന്നതാണോ? നമ്മൾ യൂണിയന്റെ പണിക്കാരാണ്. ബോട്ട് കഴിഞ്ഞ് കയറിയതാണ്, ഇന്നലെ കയറിയതാണ്. ചരക്ക് കൊടുത്തിട്ട് പാനിക്കുക, ഒതുക്കിയിട്ട് എല്ലാം ഒതുക്കിയിട്ട് നാട്ടിലോട്ട് പോകും. ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഇനി എന്താണ് ഈ 52 ദിവസം പണി? പരിചയ സമയമാണ്. നിലവിൽ ഇനി പണിക്ക് പോകണമെങ്കിൽ നല്ലൊരു കോസ്റ്റ് ഉണ്ട്, നല്ല ചിലവുണ്ട് സാമ്പത്തികം. പിന്നെ നിലവിൽ ഇപ്പം ഒരു മാസം അടുപ്പിച്ച് കാറ്റും കടലുമായിട്ട് പണിയില്ലായിരുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ പോകണമെങ്കിൽ ഒരു 4-5 ലക്ഷം രൂപ വേണം ഇനി അടുത്ത പണിക്ക് പോകണമെങ്കിൽ. നിലവിൽ കടൽപ്പണി പരാജയമാണ്. അതിന് ഒന്നാമത്തെ കാര്യം വളം പിടിക്കുന്നതുകൊണ്ട് നിലവിൽ പണിയില്ല, കടലിൽ പണിയില്ലാത്തൊരു സാഹചര്യമാണ്. പിന്നെ ഇതേന്ന് പറഞ്ഞ് ജീവിക്കുന്നവർക്ക് വേറെ മാർഗ്ഗമില്ലാത്തതിനെ പുറത്ത് ഇതിനെ കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന മാത്രമേ ഉള്ളൂ. ഇവർ തമിഴ്നാട് ബോട്ടാണ്, കുളച്ചക്കാരാണ്. തമിഴുകളും ഹിന്ദിക്കാരന്മാരെ പണിക്ക് പോകുന്നത്. നാട്ടിലേക്ക് പോവാണ്. ഇനിയിപ്പം ഒതുക്കി എല്ലാം പറക്കി വൃത്തിയാക്കിയിട്ട് നാട്ടിൽ പോകും. ഇവിടെ കെട്ടിയിട്ട് നാട്ടിലോട്ട് പോകത്തേ ഉള്ളൂ. അതിനുശേഷം ട്രോളിംഗ് അവസാനിച്ചതിന് ശേഷം ജൂലൈ 31 ശേഷം അവർ വീണ്ടും മടങ്ങിയെത്തുമെന്നുള്ളതാണ്. കർശന നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ നടപടി ഉണ്ടാകുമെന്നുള്ളത് ജില്ലാ ഭരണകൂടവും ഫിഷറീസ് വകുപ്പും ഒക്കെ അറിയിച്ചു കഴിഞ്ഞതുമാണ്. നാളെ മുതൽ ഈ മീൻ വാങ്ങാനും പൊന്നും വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് കൂടി എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. സൂര്യഗായത്രി വിവരങ്ങൾ നൽകുകയാണെന്ന് പറഞ്ഞാൽ സീനാമോദ് പറഞ്ഞു, മീൻ വറുത്തും കറിവെച്ചും കഴിക്കുമ്പോൾ ഇവരുടെ കഷ്ടപ്പാട് നമ്മൾ ഓർക്കാറില്ല എന്ന് പറയും. കഷ്ടപ്പാട് ഉറപ്പ് ഓഫ്കോഴ്സ് ആ മേഖലയിലുണ്ട്. ട്രോളിംഗ് നിരോധനം എന്ന് പറഞ്ഞാൽ അത് വെറുതെയുടെ കാലം തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.